അസ്സലാമലൈക്കും. വാലേക്കും സലാം. മോളുടെ നിക്കാഹ് ഉറപ്പിച്ചെന്ന് കേട്ടല്ലോ, വിളിയൊക്കെ തുടങ്ങിയോ? വിളിച്ചു തുടങ്ങിയിട്ടില്ല, 3-4 മാസം സമയമുണ്ടല്ലോ. പക്ഷെ സ്വർണ്ണം എടുക്കാൻ വൈകണ്ട, വേറെ ദിവസം കൂടുകയല്ലേ. അതിനല്ലേ അൽ മുക്തദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജുവലറി 3 മാസം മുമ്പ് അഡ്വാൻസ് ബുക്ക് ചെയ്താൽ ആ ദിവസത്തെ റേറ്റിന് സ്വർണം കിട്ടും. മാത്രമല്ല പണിക്കൂലി ഈടാക്കില്ല. അതെങ്ങനെ? സെയിൽസ് മാത്രമല്ല, മാനുഫാക്ചറിങ്ങും അൽ മുക്തദിർ തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് സ്വർണം വാങ്ങാം. പിന്നെ വേണമെങ്കിൽ വിവാഹശേഷം സ്വർണം അവരെ തന്നെ ഏൽപ്പിച്ചാൽ മാസം തോറും പൈസ ഇങ്ങോട്ട് കിട്ടും. ആഹാ, അത് കൊള്ളാം. അപ്പൊ ഒരു മാസ വരുമാനം ആവുമല്ലോ. അതെ. എന്നാൽ ഇന്ന് തന്നെ അൽ മുക്തദിറിൽ പോയി സ്വർണം അഡ്വാൻസ് ആയി ബുക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ മോളെ വിവാഹ ആവശ്യത്തിനാണ് ഇപ്പോൾ മോളെ വിവാഹം മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ പല പ്രാവശ്യം ഞങ്ങൾ പോയി, അവിടെ സ്വർണ്ണമില്ല. ഇപ്പോൾ ആൾക്കാരെ ഒരുപാട് പേരെ പറ്റിച്ചോണ്ടിരിക്കുക. നമസ്കാരം. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ചെറുനാഴി അരി മോഷ്ടിച്ചവനെ മുക്കാലിൽ കെട്ടി തല്ലിക്കൊന്ന ഈ നാട്ടിൽ കോട്ടും തൊപ്പിയും വെച്ചൊരു കള്ളൻ 10,000 കോടിയോളം അടിച്ചോണ്ട് പോയപ്പോ ഇവിടത്തെ സർക്കാരിലിരിക്കുന്ന കോന്തന്മാർക്കോ അല്പം മാധ്യമ ശ്രദ്ധ കിട്ടുന്ന പ്രശ്നങ്ങളിൽ ഉടൻ തന്നെ സ്വമേധയാ കേസെടുക്കുന്ന ഏമാന്മാർക്കോ നിർഭാഗ്യവശാൽ ഇതൊന്നും കാണാനും കേൾക്കാനും സൗകര്യമില്ലാത്ത അവസ്ഥയാണുള്ളത്. ജ്വല്ലറിയുടെ മറവിൽ ഒരു സമുദായത്തിന്റെ വിശ്വാസികളെ കള്ളന്മാരായ മൊല്ലാക്കന്മാരെ പറഞ്ഞുവിട്ട് വട്ടത്തിലും നീളത്തിലും പറ്റിച്ച കാട്ടുകള്ളൻ ഡോക്ടർ മൻസൂർ അബ്ദുൽ സലാം എന്ന ഭൂലോക ഫ്രോഡിനെ കുറിച്ച് അൽ മുക്താദിർ, അൽ ഷക്കൂർ, അൽ നൂർ, അൽ റസാഖ്, അൽ അലീം, അൽ ഫത്ത, അൽ ജലീൽ, അൽ ഖാദിർ, അസ്സലാം, അൽ ബാസിദ്, അൽ അസീസ്, അൽ മുജീബ്, അൽ മാലിക്, അൽ കാലിക്, അൽ ഖുദ്ദൂസ്, അൽ ജബ്ബാർ, അൽ കുബൂസ്, അൽ പൊറോട്ട, സലാം, ഫൈസൽ, നാസു. ഇതിനൊരു അന്തവുമില്ലേ ഗുവ? കൊടുക്കുന്ന പൈസക്ക് 20% റിട്ടേൺ, പണിക്കൂലി 0%. സ്വർണ്ണാഭരണങ്ങൾ, മലപ്പുറം കത്തി, അമ്പും വില്ലും, അവന്റെ ഉപ്പുപ്പാന്റെ തേങ്ങാക്കൊലയും പറഞ്ഞു പറഞ്ഞ് മനുഷ്യന്റെ തൊണ്ടയിലെ വെള്ളം പറ്റി. 10,000 കോടി കട്ടുകൊണ്ട് പോയ കള്ളൻ മൻസൂറിന്റെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം വാങ്ങി നക്കിയ മാപ്ര ചാനലുകളൊന്നും ഇതിനെതിരെ ഒരക്ഷരം ഉരിയാടില്ല. പിടിപ്പത് പണിയുള്ള രാഷ്ട്രീയക്കാരും ഒന്നും മിണ്ടുന്നില്ല. ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലാത്ത മറുനാടൻ മലയാളി മാത്രം. ഇവർക്കിരിക്കട്ടെ ട്രോളോസാപ്പിയന്റെ വക ഒരു കുതിരപ്പവൻ. ബാക്കിയുള്ളത് ജീവിതത്തിലെ സകല സമ്പാദ്യങ്ങളും മൻസൂറിനെ വിശ്വസിച്ച് കാണിക്കയിട്ട സെക്രട്ടേറിയറ്റ് പഠിക്കൽ വെയിൽ കൊള്ളുന്ന ഈ പാവങ്ങൾ പറയും. നമ്മളിപ്പോൾ ക്യാറോഫ് എന്ന ഗുൽസാർ അഹമ്മദാണ്, തബ്ലീഗിൻ്റെ ഒരു പ്രവർത്തനമാണ്. ജോസ്കോയിലൊക്കെ തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നു, ഇതിനു മുമ്പ് ചേർന്ന്. അപ്പോൾ അവരൊക്കെ കൃത്യമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ഉരുപ്പടി നമുക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. പൈസ പലപ്പോഴും ആവശ്യപ്പെടാൻ വരുമ്പോൾ ഇന്ന് തരും, നാളെ തരും, മറ്റന്നാൾ തരും എന്ന് പറയണല്ലാതെ ഇങ്ങനെ പൈസ തരുന്നുണ്ട്. ഇങ്ങനെ ആര് ഈ ഗുൽസാർ അഹമ്മദാണ് ഇതിൻ്റെ അങ്ങേര് തന്നെ 200 കോടി രൂപ അങ്ങേരെ കാണും. ഈ മൻസൂറിൻ്റെ തന്നെ ഒരു 10,000 കോടി പിറ്റേ മാസം എനിക്ക് പൈസ തരാമെന്ന് പറയുകയും ചെയ്തതാണ്. പക്ഷേ ആ സമയത്താണ് ED കയറുകയും അതോടുകൂടി അവർ പൂട്ടുകയും ചെയ്തിട്ട്. അതുപോലെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാരൊക്കെയാണ് ഈ വീടുകളിൽ വന്നിട്ട് ഇതേപോലെ പറഞ്ഞ് നിങ്ങളെന്തിനാണ് സ്വർണ്ണം വീട്ടിൽ വെച്ചിരിക്കുന്നത്, മക്കളെ വിവാഹ ആവശ്യത്തിന് തരാം. കൂറ് കടയിൽ നിന്ന് ഞാൻ എഗ്രിമെൻ്റ് വാങ്ങാൻ വരുമ്പോൾ ചാക്കിനകത്ത് കെട്ടിയാണ് ഇങ്ങനെ പണം കൊണ്ടുപോകുന്നത്. ആര് ചാക്കിനകത്ത് കെട്ടിയാണ് ഇങ്ങനെ ഇന്നോവ വണ്ടിയിൽ കൊണ്ടുപോകുന്നത്. ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് അള്ളാഹുവിൻ്റെ പേരും പറഞ്ഞാണ്. ഇന്നലെ മൻസൂറിൻ്റെ പിന്നീട് ഒരു വീഡിയോ ഇതിൽ വന്ന് അടുത്ത മാസം തുറക്കും പൈസ തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്നലെ അങ്ങേര് ഒരു വോയിസ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കൽ നിങ്ങൾക്ക് പൈസ തരില്ല എന്ന്. അങ്ങേര് യഥാർത്ഥ ഒരു മുസ്ലിം ആണെങ്കിൽ പൈസ തരും. 9 ലക്ഷം, 5 ലക്ഷം രൂപ ഇട്ടത്. 10 ലക്ഷം രൂപ, 30 ലക്ഷം രൂപ, 11 പവന് 6 ലക്ഷം രൂപ ഉണ്ട്. 25 ലക്ഷം രൂപ കൊണ്ടിട്ടിട്ടാണ് ഈ നിൽക്കുന്നത്. ഞാൻ കുറച്ചിട്ട് താക്കേണ്ട കാര്യമില്ല. കേസ് കൊടുത്തു. അത് ഇവരുടെ ഒരു 3 മാസം, 6 മാസം, 11 മാസം സ്കീമായിരുന്നു ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് മലബാർ ഗോൾഡ്, ജോസ്കോയിലൊക്കെ തന്നെ ചേർന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിക്ഷേപിച്ചാൽ 20% ലാഭം തരാമെന്ന് പറയും. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതി സർക്കാർ മുന്നോട്ട് ഇറങ്ങുകയും ചെയ്യണം. ജനങ്ങളെല്ലാവരും തന്നെ വളരെ വികാരഭരിതമായാണ് സംസാരിക്കുന്നത്. കാരണം നാളെ തരാം, മറ്റന്നാൾ തരാം, ഇവിടെ ഭയങ്കര സെയിലായിരുന്നു. അപ്പോൾ സ്വർണ്ണം അതുകൊണ്ടാണ് ഇല്ലാത്തത്. ഉന്നത അധികാരികൾ ഇതിനകത്ത് ഇടപെട്ട് ഞങ്ങൾക്ക് നീതി വാങ്ങിത്തരണം. പുള്ളി എവിടെ ആണെന്ന് ആർക്കും അറിയത്തില്ല. കാശായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് അതിനനുസരിച്ചുള്ള
ലാഭവിഹിതമാണ് പറഞ്ഞത്. നമ്മൾ അല്ല പലിശക്കൊന്നും കൊടുത്തതല്ല, ലാഭവിഹിതത്തിന് വേണ്ടിയാണ് കൊടുത്തത്. അതിൽ ഏജന്റുമാരും ഇല്ല, ആരുമില്ല. ഇപ്പോൾ വിവാഹം ഉൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ട് പണം നിക്ഷേപിച്ച നിരവധി പേരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി അവരുടെ പണം തിരികെ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക്. കട്ട മുതലിൽ നിന്ന് കോടികൾ തിന്നാൻ കൊടുത്താൽ വാ തുറക്കാത്ത മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ആർക്കും ആരെയും വഞ്ചിക്കാമെന്നായി. ഉത്തരാധുനിക ഹൈടെക് കള്ളന്മാരായ നീരവ് മോഡിക്കും മെഹുൽ ചോക്സിക്കും വിജയ് മല്യക്കുമൊപ്പം കളവിലും നമ്മുടെ നാടിന്റെ അഭിമാനമായ മതസൗഹാർദ്ദം പാലിച്ചുകൊണ്ട് ഈ അൽ മുക്താദിർ മൻസൂറും. ഈ വെയിലത്ത് നിൽക്കുന്ന പാവങ്ങളുടെ കണ്ണീരിന് അല്പമെങ്കിലും സത്യമുണ്ടെങ്കിൽ മൻസൂറെ, നിന്നെ കാത്തിരിക്കുന്നത് നരകമല്ല, അതുക്കും മേലെ.